നമസ്കാരം. മാർച്ച് മാസം കഴിയുമ്പോൾ മലയാള സിനിമയുടെ ആഗോള കളക്ഷൻ 500 കോടി കടന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. വിക്കിപീഡിയ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് ഏകദേശം 60 സിനിമകൾ ഈ 3 മാസത്തിനുള്ളിൽ മലയാളത്തിൽ വന്നിട്ടുമുണ്ട്. ചില സിനിമകൾ ചുരുക്കം തിയേറ്ററുകളിൽ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നല്ല അഭിപ്രായം ലഭിച്ച സിനിമകളുമുണ്ട്. ഓവറോൾ തിയേറ്ററുകൾ സജീവമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മഞ്ഞുമൽ ബോയ്സ് എന്ന ഇൻഡസ്ട്രി ഹിറ്റ് പറക്കുന്നു. മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന ചിത്രമായി ആടുജീവിതം വരുന്നു. പ്രേമലു ഇപ്പോഴും മിക്ക തിയേറ്ററുകളിലും ഓടുന്നുണ്ട്. മലയാളത്തിൻ്റെ മാർക്കറ്റിന് വലിയൊരു എക്സ്പാൻഷൻ സംഭവിച്ചു എന്നതുകൂടെ ഇതിൻ്റെ ഒപ്പം സൂചിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ഡബ് ചെയ്തും അല്ലാതെയും മറ്റിടങ്ങളിൽ കൂടെ വ്യക്തമായ സ്വാധീനം ഈ ചിത്രങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. പരീക്ഷാകാലമായിരുന്നു, നോമ്പുകാലമാണ്. അപ്പോഴും ഇത്രയേറെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കണ്ടന്റ് നല്ലതാണെങ്കിൽ പ്രേക്ഷകർ വരും. അവർ അതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. ഏപ്രിൽ മാസം വന്നു കഴിഞ്ഞു. പെരുന്നാൾ, വിഷു, വെക്കേഷൻ സീസൺ ലക്ഷ്യമാക്കി ഒട്ടനവധി സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. ഈ മാസം അതിൽ വരുന്ന സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ബദൽ, ചാപ്പകുത്ത്, എൽ എന്നീ 3 ചിത്രങ്ങൾ ഏപ്രിൽ 5-ന് ചില സെൻറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. കേരളത്തിൽ പ്രധാന റിലീസുകൾ വരുന്നത് ഏപ്രിൽ 2-ാമത്തെ ആഴ്ചയാണ്. ഏപ്രിൽ 11-ന് 3 മലയാള ചിത്രങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ വലിയ ഹിറ്റുകളിലൊന്നായ രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തുന്ന ആവേശം, ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി തുടങ്ങി ഒരു വൻ താരനിരയുമായി വരുന്ന വർഷങ്ങൾക്ക് ശേഷം 4 ഇയേഴ്സിന് ശേഷം രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജയ് ഗണേഷ്. തൊട്ടടുത്ത ദിവസം, അതായത് ഏപ്രിൽ 12-ന് അരുൺ ബോസ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, വിൻസി അലോഷ്യസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മാരിവില്ലൻ ഗോപുരങ്ങൾ എന്നീ ചിത്രവും മലയാളത്തിൽ നിന്നും തിയേറ്റർ റിലീസായി വരുന്നുണ്ട്. ആടുജീവിതവും ഈ ചിത്രങ്ങൾക്കൊപ്പം തന്നെ മിക്ക സെൻറ്ററുകളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ആഴ്ച ഹിന്ദിയിൽ നിന്നും 2 ചിത്രങ്ങൾ വരുന്നുണ്ട്. അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത് അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ്, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബഡേ മിയാൻ ചോട്ടെ മിയാൻ. ഏപ്രിൽ 11-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മേജർ സെൻറ്ററുകളിൽ മാത്രമേ റിലീസുള്ളൂ എന്നാണ്. ഏപ്രിൽ 11-ന് അമിത് ശർമ്മ സംവിധാനം ചെയ്ത് അജയ് ദേവ്ഗൺ പ്രധാന വേഷത്തിലെത്തുന്ന ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമ മൈദാൻ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ചിത്രവും കേരളത്തിലെ പ്രധാന സെൻറ്ററുകളിലൊക്കെ റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുക്കിംഗ് ഒന്നും പലയിടത്തും ഓപ്പൺ ആയിട്ടില്ല. ഏപ്രിൽ 11-ന് 2 തമിഴ് സിനിമകൾ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ആനന്ദ് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് GV പ്രകാശ് കുമാർ, ഐശ്വര്യ രാജേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഡിയർ, വിജയ് ആന്റണി, മൃണാളിനി രവി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന റോമിയോ എന്നീ ചിത്രങ്ങൾ. ചിലപ്പോൾ 2 ചിത്രങ്ങളും കേരളത്തിലും മേജർ സെൻറ്ററുകളിൽ റിലീസ് ഉണ്ടായേക്കാം എന്ന് തോന്നുന്നു. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഏപ്രിൽ 12-ന് സുന്ദർ സിയുടെ സംവിധാനത്തിൽ വരുന്ന അരൺമനൈ 4 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് റിലീസ് ഏപ്രിൽ 26-ന് ഉണ്ടാകൂ. ഏപ്രിൽ 26-ന് തന്നെ ഹരി സംവിധാനം ചെയ്ത് വിശാൽ, പ്രിയ ഭവാനി ശങ്കർ, സമുദ്രക്കനി, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രത്നം തിയേറ്ററുകളിലെത്തും. ഏപ്രിൽ 12-ന് ശേഷം ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ മലയാളത്തിൽ നിന്നും 1 സിനിമ മാത്രമേ ഈ മാസം റിലീസ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരാതിരിക്കുന്നേ ഉള്ളൂ. വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ് പ്രധാന വേഷത്തിലെത്തുന്ന പവി കെയർടേക്കർ. മുന്നേ വന്ന തങ്കമണി എന്ന ചിത്രത്തിന് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ചിത്രം കൂടെയാണ്. ഏപ്രിൽ 26-നാണ് ചിത്രം റിലീസ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായ തുടക്കം തന്നെയാണ്. വരാനിരിക്കുന്ന ചിത്രങ്ങളും തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാക്കും എന്ന് തന്നെ കരുതാം. മുന്നേ റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതും ഇതുവരെ പുതിയ തീയതി അനൗൺസ് ചെയ്യാത്തതുമായ സിനിമകൾ കൂടെയുണ്ട്. ജയ് കെ സംവിധാനം ചെയ്ത് കുഞ്ചാക്ക ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഗർ, ജിസ്ജോയ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തലവൻ, വിഷ്ണു നാരായൺ സംവിധാനം ചെയ്ത് ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ നടന്ന സംഭവം തുടങ്ങിയ ചിത്രങ്ങളുടെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. മെയ് മാസവും തുടക്കം മുതൽ വമ്പൻ പടങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പിന്നൊരിക്കൽ പറയാം. ഈ മാസം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇലക്ഷൻ ചൂട് ഒരു വശത്തുണ്ട്, കാലാവസ്ഥയും കട്ട ചൂടാണ്. ഈ ചൂട് കാലത്തിൻ്റെ വിയർപ്പൊഴുകുമ്പോൾ നല്ല സിനിമകൾ വന്നാൽ തിയേറ്റർ തന്നെയാണ് നല്ലത്. അങ്ങനെയല്ലേ? അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.